ഇപ്പോൾ ട്രാഫിക് സേഫ്റ്റി, കാരണം എല്ലാവരും വാഹനങ്ങളുള്ളവരാണ്. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടു അവിടെ മുഴുവൻ വാഹനങ്ങളാണ്. അപ്പോൾ വാഹനങ്ങളില്ലാത്ത ആൾക്കാരില്ല. അപ്പോൾ നിങ്ങളുടെ ട്രാഫിക് സുരക്ഷ, റോഡ് അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യും, സർക്കാർ എന്തൊക്കെ ചെയ്യണം, നമ്മളെന്തൊക്കെ ചെയ്യണം, വാഹനം ഓടിക്കുന്നവരും റോഡിൽ നടക്കുന്നവരും, അതിനെ പറ്റിയിട്ട് വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യമേ നമുക്കറിയേണ്ടത്, ഇപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മോട്ടോർ വെഹിക്കിൾ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിൽ നിന്നും 2 ഉദ്യോഗസ്ഥരുണ്ട്. എനിക്കറിയേണ്ടത്, നമ്മളിവിടെ ഈ റോഡൊക്കെ ഡിസൈൻ ചെയ്യുന്നു. ഇപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് ജംഗ്ഷനിൽ ഒരു ദിവസം ലോക്കൽ അതോറിറ്റി, മുനിസിപ്പാലിറ്റി പറയും ഇവിടെ റൈറ്റ് ടേൺ വേണ്ട, ഇവിടെ ലെഫ്റ്റ് ടേൺ വേണ്ട, അല്ലെങ്കിൽ ഇവിടെ ഫ്രീ ലെഫ്റ്റാണ്. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ, അതോ അവരത് സ്വയം ചെയ്യുകയാണോ? നമസ്കാരം. ആദ്യമേ ഞാൻ സാറ് പറഞ്ഞതിലൊരു കറക്ഷൻ വെച്ച് തുടങ്ങുകയാണ്. മുനിസിപ്പാലിറ്റിക്കോ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനവും ആരും എടുക്കാറില്ല. നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി എന്നൊരു സംവിധാനമുണ്ട്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതുണ്ട്. അതിൽ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, PWD, റവന്യൂ ഉൾപ്പെട്ട ഒരു ഹൈ എംപവേർഡ് കമ്മിറ്റിയാണ്. അവരുടെ മീറ്റിങ്ങിലെ തീരുമാനത്തിന് അനുസൃതമായി മാത്രമേ ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എന്ത് ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും വരുത്തുള്ളൂ. അതിൽ എടുത്തു പറയേണ്ടത്, ട്രാഫിക്കിൽ ഏറ്റവും കൂടുതൽ റോള് വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പോലീസ് വകുപ്പാണ്. അപ്പോൾ അവരുടെ കൺസെൻസും കൂടി ഇല്ലാതെ ഒരു തീരുമാനങ്ങളും ഏകപക്ഷീയമായിട്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ സൈറ്റ് ഇൻസ്പെക്ഷൻ ആയാലും ഇടപെടലായാലും ഓരോ മാറ്റങ്ങളിലും ഉണ്ടാവണം. വല്ലതും ആഡ് ചെയ്യാനുണ്ടോ? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ സാറ് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏകപക്ഷീയമായിട്ടൊന്നും ചെയ്യാറില്ല. പാലക്കാട് ടൗണിലെ, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ചെറിയൊരു ടൗണാണ്, ഏറ്റവും ചെറിയ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ KSRTC മുതൽ ടൗൺ സ്റ്റാൻഡ് വരെയുള്ള ഒരു ഏരിയയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒലോക്കോട്, അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രനഗർ, നമ്മുടെ കൽമണ്ഡപം റോഡ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ SBI ജംഗ്ഷൻ, പിന്നെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്. അങ്ങനെ വളരെ കുറച്ച് ഒരു 2-3 കിലോമീറ്റർ സർഫേസ് ചുറ്റളവിൽ ഉള്ള ഒരു ട്രാഫിക് സംവിധാനമാണ് നമുക്കുള്ളത് അവിടെ. അതുകൊണ്ട് തന്നെ തിരക്കുകളും ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ ഓരോ കാലഘട്ടത്തും ഈ സാറ് പറഞ്ഞ പോലെ റെഗുലേറ്ററി കമ്മിറ്റി കൂടി അതിൽ മോട്ടോർ വെഹിക്കിളിൻ്റെ അഭിപ്രായവും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അഭിപ്രായം, അതുപോലെ തന്നെ മുനിസിപ്പൽ ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ അഭിപ്രായം എല്ലാം കേട്ടതിന് ശേഷം പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷമാണ് ഇത്തരം തീരുമാനം എടുക്കുക. അല്ല ഏകപക്ഷീയമായി ഒരു തീരുമാനം എടുക്കാറില്ല. ഓക്കെ. അപ്പോൾ ഏതായാലും നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഇതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യം. അപ്പോൾ എനിക്ക് ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്കിതെല്ലാം എപ്പോഴും അറിയുന്നതുകൊണ്ട്, ഏറ്റവും സാധാരണമായി നടക്കുന്ന ട്രാഫിക് വയലേഷൻ എന്താണ്? ഇപ്പം ഞാൻ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ഒരു അനുഭവം വെച്ച് പറയാം. ഏറ്റവും കൂടുതൽ കാണുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, റോഡിൽ നമ്മൾ വണ്ടി, കാറായിക്കോട്ടെ, മോട്ടോർ സൈക്കിളായിക്കോട്ടെ, മറ്റു വാഹനങ്ങളായിക്കോട്ടെ, തോന്നിയ പോലെ ഇട്ടിട്ട് പോവുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ നോ പാർക്കിംഗ് ഏരിയ, നമ്മുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഈ നിയമം പാലിക്കപ്പെടാനല്ല, നിയമം ലംഘിക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം എന്ന് തോന്നുന്ന രീതിയിലാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ മ്യൂസിക് കോളേജിൻ്റെ മുമ്പിൽ ഒരു കാറ് സ്ഥിരമായി, സംഗീത കോളേജിൻ്റെ മുമ്പിൽ ഒരു കാറ് സ്ഥിരമായി നിർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നോ പാർക്കിംഗ് ഏരിയയാണ്. കുട്ടികൾ സ്കൂളിൽ വിട്ട തിരക്കാണ്, ബസ്സുകൾ ധാരാളം പോകുന്നതാണ്. ഒരു മനുഷ്യൻ അവിടെ കൊണ്ടുവന്ന് കാറ് പൂട്ടി സ്ഥലം വിടുക. ഞങ്ങൾ ഫോട്ടോ എടുത്ത് പലതവണ പെറ്റി കേസ് കൊടുത്തിട്ടും ഇയാളെ കണ്ടു കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അവസാനം വല്ല JCBയോ അല്ലെങ്കിൽ വല്ല ഈ റിക്കവറി വാൻ വന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ നിയമം ലംഘിക്കാനുള്ളൊരു പ്രവണത നമ്മുടെ ആളുകളുടെ ഇടയിൽ കുറച്ച് കൂടുതലാണ്. അത് 2 വീലർ മാത്രമല്ല, 4 വീല്. ഇപ്പോൾ നമ്മുടെ ഓണം വരാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഏറ്റവും നല്ല തിരക്ക് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ പങ്കെടുത്ത ആളുകളെങ്കിലും പരമാവധി ഈ ട്രാഫിക് വയലേഷൻ
ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. അത് കോമണായിട്ട് തോന്നിയ പോലെയാണ് നമ്മുടെ ആളുകൾ. ഒരു ട്രാഫിക് സംസ്കാരം നമുക്കില്ല. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രാഫിക് നിയമലംഘനം ഓർ വയലേഷനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ പറയാം. ഇവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ടല്ലോ, ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ, അവിടെ ഒരു വണ്ടിയും നടന്നു പോകുന്ന ആൾക്കാർക്ക് വേണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും നിർത്തിയാൽ, എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, ഞാൻ ആരെങ്കിലും ക്രോസ് ചെയ്യുന്നത് കണ്ടാൽ ഞാൻ വണ്ടി നിർത്തും, പിന്നാലെയുള്ളവൻ വന്ന് എന്നെ തെറി പറയും. ഞാനത് കുറേ കേട്ടിട്ടുമുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ നിർത്തിയാൽ അതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ നിർത്തിയെന്നും പറഞ്ഞിട്ട് ആ പാസഞ്ചർ ക്രോസ് ചെയ്താൽ പിന്നാലെ വന്നവൻ ഓവർടേക്ക് ചെയ്ത് അയാളെ ഇടിക്കും. അപ്പോൾ അതിന് ഞാൻ ഒരു ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പോലീസ് സൂപ്രണ്ടിൻ്റെ വെബ്സൈറ്റിൽ 2 തവണ കംപ്ലയിൻറ്റ് ചെയ്തു. എനിക്ക് മറുപടിയൊന്നും വന്നിട്ടില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ ആൾക്കാർക്ക് നടക്കാനുള്ളതാണ് എന്ന് ഒന്നുകിൽ നമ്മുടെ വാഹനം ഓട്ടുന്നവരത് മനസ്സിലാക്കുന്നില്ല, അതല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യണില്ല. പോലീസുകാർ അതിന് ഫൈൻ ചില കാര്യങ്ങൾ നമ്മൾ ഫൈൻ കൊടുക്കാതെ ഒരു നിവൃത്തിയില്ല. അതെന്താണ്? അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ സീബ്ര ക്രോസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു നിയമമാണ്. യൂണിവേഴ്സൽ, നമ്മുടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സീബ്ര ക്രോസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ കാൽനടക്കാർ ക്രോസ് ചെയ്യുകയാണെങ്കിൽ വാഹനം നിർത്തി കൊടുക്കണം. അതാണ് നിയമം. പക്ഷേ നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ നാട്ടിലോ അത് പാലിക്കപ്പെടാറില്ല. അതിന് ഏറ്റവും വലിയ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പോലീസിൻ്റേതായ ഇത്തരം പരിപാടികളിൽ കൂടെ ഒന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല. നമ്മൾ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങണം. നമ്മൾ LKG കുട്ടികളിൽ നിന്ന് തുടങ്ങണം. ആ LKG കുട്ടികളിൽ നിന്ന് തുടങ്ങി ഹൈസ്കൂൾ തലത്തിലും +2 തലത്തിലും കോളേജ് തലത്തിലും ഇതൊരു വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയായി ഒരു ട്രാഫിക് സംസ്കാരം വളർത്തിയെടുക്കണം. ആ സംസ്കാരം നമ്മൾ പഠിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഭരണകൂടങ്ങളാണ് ചെയ്യേണ്ടത്. ഞങ്ങളൊക്കെ തന്നെ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റിൽ ഞങ്ങൾക്ക് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ് ഞങ്ങൾ. സാറും ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞങ്ങൾക്ക് പരമാവധി ഈ പെറ്റി കേസ് കൊടുത്തിട്ട് ആളുകൾക്ക് ഫൈൻ ചെയ്യിപ്പിച്ച് അത് തിരുത്തിക്കൊണ്ട് വരുന്നതിനാണ് ഞങ്ങൾക്ക് കഴിയുക. പക്ഷേ ഇതിന് പ്രാഥമികമായി ചെയ്യേണ്ടത് നമ്മുടെ യുവതലമുറയിൽ നിന്നാണ്, ചെറുപ്പക്കാരിൽ നിന്നാണ്, കുട്ടികളിൽ നിന്നാണ്. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതെ, അത് റോഡ് അപകടത്തിൻ്റെ ഒരു പ്രധാന കാരണം ആ ഒരു സംസ്കാരം ഇല്ലാത്തതുള്ളതാണ്. ഞാൻ സത്യത്തിൽ ആ ചോദ്യം ചോദിക്കാനിരിക്കുകയായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇത് സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും പഠിപ്പിച്ച് വന്നാലേ ഗുണം പിടിക്കുള്ളൂ. പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. അത് നമ്മൾ ആ ലെവലിലേക്ക് വരണം. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സീബ്ര ക്രോസിങ്ങിൻ്റെ അവിടെ ഒരു ഡ്യൂട്ടിക്ക് ഒരു പോലീസുകാരെ നിർത്തി കുറേ ഫൈൻ ചെയ്താൽ കുറച്ചെങ്കിലും മെച്ചം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കണ്ടിട്ടുള്ളൊരു പ്രധാന ഒരു പ്രശ്നം, ഈ ഫ്രീ ലെഫ്റ്റ് ടേൺ ജംഗ്ഷനുകളിൽ സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടോ? അതിന് സാർ ഒരു കാര്യം കൂടെ ഇതൊന്ന് ആഡ് ചെയ്തോട്ടെ. ഫ്രീ ലെഫ്റ്റ് ടേൺ ലോകത്ത് പല ഭാഗത്തും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ലെഫ്റ്റ് ടേണിനൊരു പ്രത്യേക വഴി ഉണ്ടാവും, അതല്ലെങ്കിൽ അത്രയും വീതി ഉണ്ടാവും. ഇതിപ്പോൾ വിക്ടോറിയ കോളേജ് ജംഗ്ഷനിലും അതല്ലെങ്കിൽ മറ്റ് പല വളരെ ഇവിടെ SBI ജംഗ്ഷനിലൊക്കെ ലെഫ്റ്റ് ടേൺ ഫ്രീ എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തു നിന്നുള്ള വണ്ടി വന്നിടിച്ച് അവിടെ ആകെ പ്രശ്നമാവും. അപ്പോൾ പല സ്ഥലത്തും ഫ്രീ ലെഫ്റ്റ് ടേണിന് പറ്റിയ സ്ഥലങ്ങളല്ല. അവിടെ എന്തിനാണ് ഫ്രീ ലെഫ്റ്റ്? അതായത് സാറുടെ ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് പാലക്കാട് ടൗണിൻ്റെ നേരത്തെ സാറ് പറഞ്ഞ പരിമിതിയെ പറ്റിയും കൂടി പറയണം. ഏറ്റവും ചെറിയ ഒരു ടൗണാണ് പാലക്കാട്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമുക്ക് മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട്, ടൗണുണ്ട്. അതിൽ വിസ്തൃതിയിൽ മാത്രമല്ല സൗകര്യങ്ങളിൽ ഏറ്റവും കുറവുള്ള ടൗണാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അംഗീകരിച്ച് ഒരു ജംഗ്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് മിനിമമായി വേണ്ട വീതി, അതിൻ്റെ അളവുകൾ, പെഡസ്ട്രിയൻ മാർക്കിംഗ് എല്ലാം കൂടിയും നിശ്ചിതമായി ഇത്ര വേണം എന്നുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ സാറ് നേരത്തെ പറഞ്ഞ സേഫായിട്ടുള്ള ഫ്രീ ലെഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് പല ജംഗ്ഷനിലും ഫ്രീ ലെഫ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെയും ഫ്രീ ലെഫ്റ്റ് കൊടുക്കാം. ഈ ഫ്രീ ലെഫ്റ്റ് കൊടുക്കുമ്പോൾ ഫ്രീ ലെഫ്റ്റ് എടുത്ത് പോകുന്ന വാഹനത്തിൻ്റെ ഏത് സ്ഥലത്ത് നിർത്തണം, മറ്റുള്ള വാഹനങ്ങൾ എവിടെ ഒതുക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ IMA ജംഗ്ഷൻ നമുക്കറിയാം, അവിടെ നിന്ന് സ്റ്റേഡിയത്തേക്ക് പോകുന്ന ഫ്രീ ലെഫ്റ്റാണ്. പക്ഷേ വിവരവും വിദ്യാഭ്യാസവും ഉള്ള നമ്മുടെ മലയാളികൾ, നമ്മൾ പൊതുവെ മലയാളികൾ വിദ്യാഭ്യാസത്തിലൊക്കെ ഭയങ്കര മുന്നേറുന്ന പറയാം. പക്ഷെ നമുക്ക്
റോഡ് കൾച്ചർ എന്നതിൽ നമ്മളിപ്പോഴും വട്ടപൂജ്യമാണെന്ന് തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ആ വൈകുന്നേര സമയത്ത് ആ ജംഗ്ഷനിൽ ഒന്ന് നിന്നാൽ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ പോലും വാഹനം കൊണ്ട് കാണിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ അത് വലിയൊരു റോളാണ്. കടക്കൽ വളം വെച്ച് കാര്യമില്ല എന്ന് പണ്ട് കാരണവന്മാർ പറയും. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചെറിയ ആൾക്കാരിൽ, കാരണം പഠിച്ചു വരുന്ന കുട്ടികളിൽ നിന്നേ മാറ്റങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരെ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഫൈനാക്കാമെന്നാണ്. എഡ്യൂക്കേഷനിലൂടെ മാത്രമേ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ അതും കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിമിതി പല ഫ്രീ ലെഫ്റ്റിലും വേണ്ട രീതിയിൽ വീതി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നിശ്ചയിച്ച രീതിയിലുള്ള ഫ്രീ ലെഫ്റ്റ് നടക്കാതാവുകയും സാറ് പറഞ്ഞ പോലെ മറ്റു വാഹനം ചേർന്ന് വന്ന് ഇടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത് ഒരു ടൗൺ പ്ലാനിങ്ങിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാണുക മാത്രമേ ഈ ഓരോ ജംഗ്ഷനും അതിൻ്റെ ഡിസൈൻ മാറ്റി മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ലോങ് ടേം പ്രക്രിയയാണ്. എൻ്റെ ഈ ചോദ്യങ്ങൾ മിക്കവാറുമില്ല എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ ഫ്രീ ലെഫ്റ്റ് ഇല്ല എന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ വണ്ടി നിർത്തി, പിന്നാലെ വരുന്നവർ ഹോൺ അടിച്ചു, എന്നെ വിളിക്കാത്ത ചീത്തയൊന്നുമില്ല, നീ കണ്ണുമൊട്ടനാണോ, ഇത്തരമുള്ള ചോദ്യങ്ങളൊക്കെ. എനിക്കറിയാതെ ഫ്രീ ലെഫ്റ്റാണ് അല്ല എന്ന്, പക്ഷെ അവർക്കറിയില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ തള്ളിക്കളയാം, ഫ്രീ ലെഫ്റ്റ് അല്ല ഇവിടെ എന്നൊരു ബോർഡെങ്കിലും വെക്കാൻ പറ്റും ചില സ്ഥലങ്ങളിൽ. ഇപ്പോൾ വിക്ടോറിയ കോളേജ് ജംഗ്ഷനിലൊക്കെ അവിടെ ഫ്രീ ലെഫ്റ്റിനുള്ള ഒരു സൗകര്യവും ഇല്ല. ഇവിടെ ഫ്രീ ലെഫ്റ്റ് ഇല്ല എന്നുള്ളൊരു ബോർഡെങ്കിലും എഴുതി വെച്ചില്ലെങ്കിൽ ഇത് ആൾക്കാർ തമ്മിലുള്ള അടിക്ക് കാരണമാവുകയാണ്. സ്ഥലമില്ല അവിടെ. അപ്പോൾ എന്താ പറയുക, ബോർഡെങ്കിലും വെച്ചാൽ ആൾക്കാർ അടികൂടുന്നതെങ്കിലും ചിലപ്പോൾ കുറച്ച് കുറഞ്ഞ് കിട്ടിയാൽ ഒരു ഭാഗ്യം. അത്രയേ ഉള്ളൂ.